ദൈവം വഴി തുറക്കട്ടെ. പാർട്ട് 2. ലെറ്റ് ഗോഡ് ഓപ്പൺ ദ ഡോർ. പാർട്ട് 2. ഒന്നാമത്തേതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളെക്കുറിച്ച് ദൈവം നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യതയും സ്നേഹവും വരുമ്പോഴേ സ്നേഹം, സൗഹൃദം, സമാധാനം, ബഹുമാനം, ശക്തി, ചലനം, ഇതെല്ലാം വിശുദ്ധി, ഇതെല്ലാം വരത്തുള്ളൂ. വിശുദ്ധി ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യതയിലേ വരത്തുള്ളൂ. കുടുംബജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ ദൈവമാണ് അലവ് ചെയ്യുന്നത്. കുടുംബജീവിതം ഛിദ്രമായി പോകുന്നെങ്കിൽ അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. അതായത് മുടന്തി നടക്കുന്നതിനെ ദൈവം തമ്പുരാൻ വന്ന് സൗഖ്യമാക്കി തരുന്നു. അതാണ് കുടുംബജീവിതം ശിഥിലമായിരിക്കുന്നവരെ കർത്താവ് റിസ്റ്റോർ ചെയ്ത് ഭവനം പണിയുക. ഇതൊക്കെ ദൈവത്തിന് അസാധ്യമൊന്നുമല്ല, കർത്താവിന് സാധ്യമായ കാര്യങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17:4 ഇതിനെടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17:4 വളരെ പ്രധാനപ്പെട്ട ഓരോ വാക്യങ്ങൾക്കും അതതിൻ്റേതായിട്ടുള്ള ആത്മീക ദർശനങ്ങളുണ്ട്. അതിൽ 17:1 വളരെ എല്ലാവർക്കും അറിയാവുന്ന വാക്യമെങ്കിലും ഞാൻ വായിക്കുകയാണ്. 17:4 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. യേശു പറയുന്നതാണ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. സോ ദൈവം തമ്പുരാൻ, പിതാവാം ദൈവത്തിൻ്റെ ക്രിസ്തു തന്നെ പിതാവിനോട് ക്രൂശുമരണത്തിന് മുമ്പിലുള്ള പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. 17-ാം അധ്യായം വളരെ നല്ലൊരു പ്രാർത്ഥന. ദൈവം ക്രിസ്തു അന്ന് ക്രൂശിന്മേൽ കയറുന്നതിന് മുമ്പുള്ള പ്രാർത്ഥിച്ചത് ഇന്നും നമുക്ക് ബലമാണ്. അതിൻ്റെ തണലിലാണ് നമ്മളും പ്രാർത്ഥന നടത്തുന്നതെന്ന് ഓർക്കണം. ക്രിസ്തു ക്രൂശിന്മേൽ കയറുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ഇനിയും ക്രിസ്തുവിലാകാൻ പോകുന്നവരെ കുറിച്ച് ഓർത്തിട്ട് നമ്മളിലും ദൈവത്തിൻ്റെ തേജസ്സിനെ അയക്കുന്നുണ്ട്. ഇവിടെ യേശു പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിന്നെ മഹത്വപ്പെടുത്തി. അപ്പം നമ്മളെന്തോ ഒരു എൻഡിങ്, അതായത് അവസാനത്തെ ഒരു പ്രാർത്ഥന പോലെ തോന്നിക്കുന്നില്ലേ? ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം പറയുന്നതാണ്, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. ശരി, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പുത്രന് ശക്തമായിട്ട് പറയണമെങ്കിൽ ദാറ്റ് ഹാസ് ഗോട്ട് ഫുൾ അവെയർനെസ്, ഇല്ലേ? അറിവോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ ഒക്കുമോ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവനും പൂർത്തിയാക്കുന്നത്? നമ്മളെ ഏൽപ്പിച്ച ജോലി, അത് കഴിഞ്ഞ് കർത്താവ് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവനും പൂർത്തിയാക്കുന്നത്. വേദപുസ്തകത്തിൽ ഏൽപ്പിച്ച ജോലി മുഴുവനും പഴയ നിയമത്തിൽ പൂർത്തിയാക്കിയ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ കൂടെ പലരുടെ ചിന്ത വരും, പഴയ നിയമത്തിൽ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയ ഒരേ ഒരു വ്യക്തിയാണ്. അത് അബ്രഹാം, ഇസാഖും ഒന്നും അല്ല, ഏലിയാവും അല്ല, ഏലീശ പ്രവാചകൻ. ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി പ്രവർത്തനം ഏലീശ പ്രവാചകൻ ചെയ്തു. ഏലിയാവ് 8 എണ്ണം ചെയ്തെങ്കിൽ ഏലീശ 16 ചെയ്തു. അപ്പം ഏലിയാവ് ചെയ്ത അഭിഷേകത്തിൻ്റെ ഇരട്ടി ഏലീശാവിന്മേൽ വീണ് പൂർത്തീകരിച്ച് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിൽ ഏലീശ. പല മക്കളെ ദൈവം ഏലീശ എന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ദൈവശബ്ദം കേൾക്കട്ടെ. ഏലിയാവാണ് വിളിക്കുന്നതെങ്കിൽ, ഏലിയാവിൻ്റെ പുതപ്പാണ് ഇടുന്നതെങ്കിൽ ഏലീശയുടെ മേൽ തന്നെ അത് വീഴും, സംശയമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. ദൈവമാണ് നമ്മുടെ അതിര്. എൻ്റെ അവകാശത്തിൻ്റെ ഓഹരി ദൈവമാണ് എങ്കിൽ, യഹോവയാണ് എൻ്റെ ഓഹരി എങ്കിൽ, അവനാണ് തലമുറകളെ ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. കർത്താവ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ജോലി, ഐ ഹാവ് ബ്രോട്ട് യു ഗ്ലോറി ഓൺ എർത്ത് ബൈ കംപ്ലീറ്റിംഗ് ദ വർക്ക് യു ഹാവ് ഡൺ ടു മീ. അതായത് നീ എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവനും പൂർത്തിയാക്കിയിട്ട് ഞാൻ നിന്നെ മഹത്വം ഭൂമിയിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ജോലി പൂർത്തിയാക്കിയെന്ന് പഴയ നിയമത്തിൽ ഏലീശ പ്രവാചകൻ പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിൽ ജോലി മുഴുവനും പൂർത്തിയാക്കിയ ഒരാൾ യേശുവാണ്. യേശു പറയാണ്, ഇവിടെ യേശുവിൻ്റെ വാക്ക് തന്നെയാണ് ഞാൻ വായിച്ചത്. ഇത് നമ്മൾ ഇച്ചിരി കൂടെ തീക്ഷ്ണമായിട്ട് ചിന്തിച്ചാൽ 17:4 ഒന്നും കൂടെ വായിക്കുകയാണ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്ന ദൈവം, പിതാവാം ദൈവം ഏൽപ്പിച്ച ജോലി മുഴുവനും പൂർത്തിയാക്കി തികച്ചിരിക്കുന്നു എന്ന് പറയാൻ യേശുവിന് ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചു. അത് നമുക്കൊരു വലിയ എക്സാമ്പിളാണ്. എല്ലാവരുടെയും ജോലി ചെയ്യാനല്ല പറഞ്ഞത്,
എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ള പിതാക്കന്മാർ, പ്രായമുള്ളവരൊക്കെ പറയും, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ ഞാൻ തീർത്ത് ഞാൻ മരിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴെന്തിനാണ് മരിക്കുന്നതെന്ന്. പിറ്റേ ദിവസം അമ്മ മരിക്കുകയും ചെയ്തു. ആത്മാവ് ജീവിതത്തിൽ അനുഭവങ്ങളുടെ വിളിച്ചു. അപ്പം ദൈവത്തിനറിയാം നമ്മുടെ ജോലി ചെയ്തു തീർത്തോന്ന്. നമുക്കും അവയർനെസ് കിട്ടും നമ്മുടെ ജോലി തീർന്നു. യേശു പറയുന്നു പിതാവിനോട്, എൻ്റെ ജോലി തീർത്തെന്ന്. എൻ്റെ ജോലി തീർത്തെന്ന് എപ്പോഴാണ് പറയുന്നതെന്ന് അറിയുമോ? ക്രൂശയിൽ കയറുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അത് കഴിഞ്ഞ് ഗെത്സമന തോട്ടത്തിൽ നിന്ന് ഇതേ തന്നെ പറഞ്ഞ ശേഷി പിന്നെ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കുകയെന്ന്. കാരണം ക്രൂശ് മരണം ഏറ്റെടുക്കാനാണല്ലോ വന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ എനിക്ക് സ്വർഗത്തിലുണ്ടായിരുന്ന മഹത്വം ഇപ്പം വെളിപ്പെടുത്തി തരണം. എങ്ങനെയാണ്? ക്രൂശുമരണം മൂലമാണ് അത് ഏറ്റെടുത്തത്, അനുസരണം മൂലം. ആ വാക്യങ്ങളൊക്കെ പ്രധാനമല്ലേ? ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഉലക സ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നതായ ജോലികൾ നമ്മൾ ചെയ്തെടുത്ത് തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുറകോട്ട് പോവുകയാണ്. 1 രാജാക്കന്മാർ 19 ഏലിയ പ്രവാചൻ്റെ എലീശ പ്രവാചൻ്റെ കാര്യത്തിൽ 1 രാജാക്കന്മാരിൽ 19 എങ്ങനെയാണ്? 19 15 തൊട്ട് 16 വരെയുള്ള വാക്യം വായിക്കുകയാണ്. 1 രാജാക്കന്മാർ 19 15 തൊട്ട് 15 ഇങ്ങനെയാണ്. ഏലിയ പ്രവാചൻ്റെ എലീശയുടെയും കാര്യമാണ് ഞാൻ വായിക്കുന്നത്. ഏലിയാവ് തീ ഇറക്കി ശത്രുക്കളെ, ബാൽ വിഗ്രഹങ്ങളെ വർഷിപ്പ് ചെയ്ത ഏകദേശം 430ഓളം പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു. അതിൽ 830ഓളം പിന്നെയുണ്ട് ബാക്കി. ഇപ്പോൾ ഇവിടെ 430ഓളം ദുഷ്ട വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ വെട്ടിക്കൊന്നു കഴിഞ്ഞിട്ട് ഏലിയ പ്രവാചകൻ പേടിച്ചിട്ട് പിന്നെ ഇസബേലിൻ്റെ വാണിങ് അല്ലെങ്കിൽ പേടിപ്പീര് കണ്ടിട്ട് അവന് ഓടി ഒളിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ദൈവം വന്ന് ഏലിയാവിനോട് സംസാരിക്കുകയാണ്. ഏത് സാഹചര്യത്തോട്ടോടി ജയിച്ച ആളാണ് ഇപ്പം പേടിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ കാര്യം നേടിക്കുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു താഴ്ച പോലെ തോന്നിക്കും. പക്ഷെ അവിടെ നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമ്മളെ ഉയർത്തും. അപ്പോൾ ദൈവം സംസാരിച്ചിട്ട് ഏലിയാവിനോട് പറയുകയാണ്, നീ പുറപ്പെട്ട്, അതിന് മുമ്പുണ്ട്, നീ ഏലിയാവ് ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ എന്താ ഈ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ പോയി ദൈവത്തെ വേണ്ട, അയ്യോ എനിക്ക് വയ്യ മരിച്ചോളാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം കണ്ടിട്ട് ദൈവം തിരിച്ചു വന്നിട്ട് ഓടി വന്നിട്ട് ഏലിയാവേ നിനക്കെന്ത് കാര്യം? നീ എന്തിനാ ഈ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് ഏലിയാവിന്, നീ പുറപ്പെട്ട് ദമ്മേശേക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാം. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിനെ രാജാവാക്കണം. 1 ഹസായേലിനെ അരാം രാജാവാക്കണം. നിംഷിയുടെ മകനായ യഹൂവിനെ ഇസ്രായേലിന് രാജാവാക്കണം. പിന്നെ 3 ഏലീശായെ എടുത്തിട്ട് നിൻ്റെ അഭിഷേകം അവൻ്റെ മേൽ പകരണം. ഈ 3 ജോലി ഏൽപ്പിച്ചിട്ട് ഏലിയാവ് ഈ 2 ജോലിയും ചെയ്തില്ല. രാജാക്കന്മാരെ ആകുന്നത് ഏലിയാവ് ഏകം ചെയ്ത ജോലി തൻ്റെ അഭിഷിക്തനായിട്ട് പിൻഗാമിയായിട്ട് ഏലീശാവിനെ അഭിഷേകം. പിന്നെ ഏലീശയാണ് ബാക്കി ജോലി ചെയ്തു തീർക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു വാഗ്ദത്തം അയച്ചാൽ അത് പ്രവർത്തിക്കാം. അപ്പം നമ്മൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവൻ കാണും. അത് അല്പനേരം മുൻപേ ഏലിയാവ് 430 വിഗ്രഹാരാധികളെ വെട്ടിക്കൊന്നിട്ട് അവരുടെ ദൈവത്തിൻ്റെ കള്ള ദൈവമാണെന്നും സത്യദൈവം ആരാണെന്നും ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുത്തേച്ച് ദൈവത്തിൻ്റെ ശക്തി കാണിച്ച് ഏലിയാവ് ഇപ്പോൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഭയപ്പെട്ട് ഗുഹയിൽ ഒളിച്ചിരുന്ന ഏലിയാവിനെ ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ, നിൻ്റെ തല ഞാൻ എടുക്കും നാളെ ഈ സമയം എന്ന് പറഞ്ഞ് അവളുടെ ദേവന്മാരുടെ പേര് ചൊല്ലി. പക്ഷെ അത് പേടിച്ചോടിപ്പോകുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ മാനുഷിക ശക്തി. പക്ഷെ ആത്മീക ശക്തി വരുമ്പോൾ നമുക്ക് വേറൊരു ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ സ്വർഗവും ദൈവദൂതന്മാരും നമുക്ക് അനുകൂലമായി നിൽക്കും. ഏലിയാവിനെ കൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു പിടിപ്പിച്ച് ഏലീശാവിനെ അഭിഷേകം ചെയ്തു. ഏലിയാവ് ചെയ്ത് തീർക്കാത്ത ജോലി ഏലീശാവിനെ കൊണ്ട് പൂർത്തീകരിച്ചു. ഏലിയാവിൻ്റെ അഭിഷേകം തന്നെയാണ് ഏലീശാവിൻ്റെ മേലുള്ളത്. അപ്പം ഇൻ എ വേ ഇറ്റ്സ് വൺ തിങ്. അതുപോലെയാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള നമ്മുടെ തലമുറ മേലോട്ട് കടന്നു ചെല്ലുന്നൊരു ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ,
കരുണയുള്ള ദൈവമേ, യോഹന്നാൻ്റെ 17:4 പറയുന്നത് പോലെ, ദൈവമേ ഞാൻ നിനക്ക് മഹത്വം കാണിച്ചു കൊടുക്കും. ലോകത്തിൽ നിൻ്റെ മഹത്വത്തെ കാണിച്ചു കൊടുക്കുകയാണ്. നിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നിൻ്റെ സ്വഭാവമാണ്, നിൻ്റെ ശക്തി, നിൻ്റെ കഴിവ്. കരുണയും കൃപയും ദയയും കരുണയുമുള്ള മഹാദയയുമുള്ള ഒരു ദൈവമെന്നാണ് പിതാവിനെക്കുറിച്ച് പറയുന്നത്. പലപ്പോഴും ദൈവത്തെ ചിത്രീകരിക്കുന്നത് പോലും തെറ്റാണെങ്കിൽ യേശു ക്രിസ്തു വന്നിട്ട് പിതാവിൻ്റെ മഹത്വരമായ സ്നേഹത്തെയാണ് കാണിച്ചു തന്നത്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ പുത്രൻ തമ്പുരാൻ ക്രൂശു മരണത്തിന് മുൻപേ അല്പകാലം മുൻപ് പറഞ്ഞതാണ്, ദൈവമേ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലികൾ മുഴുവനും പൂർത്തിയാക്കിയെന്ന്. ഇതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ക്രൂശു മരണം കഴിഞ്ഞപ്പോൾ പാപത്തിനും രോഗത്തിനും ഞങ്ങളുടെ ശാപത്തിനും വേണ്ടി, ശാപമെന്ന് പറഞ്ഞ് എന്നേക്കുമായിട്ടുള്ള ദൈവത്തിൽ നിന്ന് മാറിയ ജീവിതം, നിത്യരക്ഷയില്ലാത്ത ജീവിതം, അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്താൽ തൻ്റെ രക്തം കൊടുത്തിട്ട് ഞങ്ങളുടെ ജീവനെ തിരിച്ചു വാങ്ങിച്ച പുത്രൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പക്ഷേ നിൻ്റെ നാമം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും പകരേണ്ട സമയത്ത് തലമുറകളെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ശക്തിയായ അഭിഷേകം ഈ തലമുറകളുടെ മേൽ ചെന്ന് പതിയട്ടെ. അപ്പം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ക്രിസ്തു പൂർത്തിയാക്കിയ ജോലിയിൽ കൂടെ ഞങ്ങളുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി തലമുറയായിട്ട് 1000 തലമുറ വരെ ചെന്ന് വീണിട്ട് അവരെല്ലാവരും ദൈവത്തിൻ്റെ വയലിൽ ജോലി ചെയ്യുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്ന വയലിൽ കർത്താവേ വിളവ് ധാരാളമായിട്ട് വിളഞ്ഞു കിടക്കുകയാണ്, ജോലിക്കാരോ കുറവാണ്. അയക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് ആളിനെ അയച്ചട്ടപ്പച്ച, കൃഷി എടുക്കട്ടെ അപ്പച്ച, വിളവെടുക്കുന്നതിൻ്റെ അനുഭവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു അതിൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. ജയഘോഷവുമായിട്ട് ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കൊടി അവിടെ നാട്ടി വെച്ചിരിക്കുന്ന അപ്പച്ച. വിക്ടറി ബിലോങ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, ക്രൂശു മരണം കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇല്ല, ഹീസ് റിസൺ എന്ന് പറയുന്ന കാലങ്ങളിലേക്ക് വരികയാണ്. അതാണല്ലോ ഈ ദിവസങ്ങളിലെ ഈസ്റ്ററിനെ കുറിച്ച് ഓർക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തി ഞങ്ങളെ ഏൽപ്പിച്ച ജോലി വിശുദ്ധിയോടും വിശ്വസ്തയോടും പൂർത്തീകരിക്കാനും നിനക്ക് മഹത്വം കൊടുക്കാനും ഞങ്ങളെയും തലമുറകളെയും പഠിപ്പിക്കണമേ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.